അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള സെൽ ഓർഗനൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് പ്ലൂരലാണ്. അതിൽ എന്താ പറയുക, ഒരുപാട് മൈറ്റോകോൺട്രിയൺ കൂടുമ്പോഴാണ് മൈറ്റോകോൺട്രിയ ഉണ്ടാകുന്നത്. സിംഗുലർ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയൻ ആണ്. ഓക്കെ, ഒന്നാണെങ്കിൽ നമ്മൾ മൈറ്റോകോൺട്രിയ എന്നും കുറേ ഉണ്ടെങ്കിൽ നമ്മൾ മൈറ്റോകോൺട്രിയ എന്നും പറയും. ഓക്കെ, ഇത് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക്കലി സ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, സ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട ഒരു കെമിക്കൽ ആഡ് ചെയ്യണം. അതായത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓരോ കളേഴ്സ് ഉണ്ടാവും, ബ്ലൂ, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ സ്റ്റെയിൻ ഓരോ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സ്പെസിഫൈ ചെയ്ത് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് മൈറ്റോകോൺട്രിയ ക്ലിയർലി വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, പിന്നെ ഒരു സെല്ലിൽ ഒരുപാട് മൈറ്റോകോൺട്രിയ ഉണ്ടാകും. അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി, സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് അനുസരിച്ച് ഒരുപാട് നമ്പർ മൈറ്റോകോൺട്രിയ ഉണ്ടാവും. ഓരോ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനനുസരിച്ച് ഈ നമ്പർ വാരി ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ എന്താ പറയുക, ഷേപ്പിൻ്റെയും സൈസിൻ്റെയും ഇതിനനുസരിച്ച് വാരിയബിലിറ്റി കാണാൻ പറ്റും. അതായത് നമ്മൾ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല, സെല്ലിന് തന്നെ ഡിഫറെൻറ്റ് ഷേപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷേപ്പിനനുസരിച്ചും അതേപോലെ അതിൻ്റെ സൈസിനനുസരിച്ചും ഈ മൈറ്റോകോൺട്രിയയുടെ എണ്ണത്തിലും വാരിയബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു മൈറ്റോകോൺട്രിയയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഒരു സോസേജ് ഷേപ്പ്ഡ് ഓർ സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഈ ഒരു പിക്ചർ കണ്ടില്ല, ഒരു സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു സോസേജ് ഷേപ്പാണ് ഇതിനുള്ളത്. ഹാവിങ് എ ഡയമീറ്റർ ഓഫ് 0.2 to 1 മൈക്രോമീറ്റർ ആണ്, അറിയാലോ, വളരെ ചെറുതാണ് ഇതിൻ്റെ ഡയമീറ്റർ. സിലിണ്ട്രിക്കൽ എന്ന് പറയുമ്പോൾ സിലിണ്ടറിൻ്റെ ആ ഒരു ഡയമീറ്റർ വരുന്നത് 0.2 to 1 മൈക്രോമീറ്റർ ആണ്. അതൊരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0.5 മൈക്രോമീറ്റർ ഒക്കെ ഉണ്ടാകും. അതേപോലെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 1 മുതൽ 4.1 മൈക്രോമീറ്റർ വരെയാണ്. ഓക്കെ, അതായത് നീളം, അത് ആ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ വരുന്നത് 0.2 to 1 മൈക്രോമീറ്ററും അതിൻ്റെ നീളം, സിലിണ്ടർ ഷേപ്പാണല്ലോ, അതൊരു 1 മൈക്രോമീറ്റർ മുതൽ 4.1 മൈക്രോമീറ്റർ വരെയൊക്കെ നീളം ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് മൈറ്റോകോൺട്രിയയെ കുറിച്ച് പറയുമ്പോൾ മൈറ്റോകോൺട്രിയ പറഞ്ഞ സെൽ ഓർഗനൽ യൂക്കാരിയോട്ടിക് സെൽസിലെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് വെച്ചാൽ ATPയുടെ ഫുൾ ഫോമാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇത് ATP മോളിക്യൂൾസ് മെയിൻ എനർജി മോളിക്യൂളാണ് സെല്ല് ഉപയോഗിക്കുന്നത്. സെല്ല് പ്രധാനമായിട്ടും എനർജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ATP ആണ്. അപ്പോൾ ഈ ഒരു ATPയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സെൽ ഓർഗനൽ ആയിട്ടാണ് മൈറ്റോകോൺട്രിയ. എല്ലാ യൂക്കാരിയോട്ടിക് സെൽസിലും കാണുന്നതാണ് ഈ ഒരു മൈറ്റോകോൺട്രിയ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് മൈറ്റോകോൺട്രിയയെ നമ്മൾ ദ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൈറ്റോകോൺട്രിയയാണ് സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട് മൈറ്റോകോൺട്രിയയുടെ മറ്റൊരു പേരോ അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് ദ സെല്ല് ഏതാണെന്നോ, അങ്ങനെയൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് മൈറ്റോകോൺട്രിയയെ കുറിച്ച്. ഓക്കെ, അതേപോലെ മൈറ്റോകോൺട്രിയയുടെ ഡിസ്കവറി വന്നത് 1886 റിച്ചാർഡ് ആൾട്ട്മാൻ എന്ന് പറഞ്ഞൊരു സൈറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സെല്ലിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സയൻറ്റിസ്റ്റാണ്. ഈ സൈറ്റോളജിസ്റ്റാണ് എന്ത് ചെയ്തത്, ഈ ഒരു മൈറ്റോകോൺട്രിയയുടെ ഡിസ്കവറി കൊണ്ടുവന്നത്. അദ്ദേഹം ഇതിനെ വിളിച്ചത് ബയോബ്ലാസ്റ്റ്സ് എന്നാണ്. അത് ബയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബയോ മീൻസ് ലൈഫ് ഉള്ളത് എന്നാണ്, ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കണ, അതായത് ബോംബ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ജീവനുള്ള ബോംബ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പേര്. എന്ന് വെച്ചാൽ അതിൽ എനർജിയാണ് മെയിനായിട്ടുള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് നമ്മുടെ റിച്ചാർഡ് ആൾട്ട്മാൻ
ആണ് 1886 അദ്ദേഹം ബയോബ്ലാസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹം ഈ ഒരു സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുലാർ ആക്ടിവിറ്റിയുടെ ബേസിക് യൂണിറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1898 കാൾ ബെൻഡയാണ് ഈ ഒരു മൈറ്റോകോൺഡ്രിയ എന്നുള്ള ടേം കൊണ്ടുവന്നത്. ഓക്കെ, അതുവരെ എന്താ പറയുക, ദിസ് തോട്ട് ദാറ്റ് മൈറ്റോകോൺഡ്രിയ അറോസ് ഫ്രം വൺസ് ഫ്രീ ലിവിങ് ബാക്ടീരിയ ദാറ്റ് വെർ ഇൻകോപ്പറേറ്റഡ് ഇൻ ടു സെൽസ്. അതായത് മൈറ്റോകോൺഡ്രിയ ഉണ്ടായിരുന്നത് ഒരു ഫ്രീ ലിവിങ് ബാക്ടീരിയയിൽ നിന്ന്, സെൽസിനോട് ഇൻകോപ്പറേറ്റ് ചെയ്യാത്ത ബാക്ടീരിയയിൽ നിന്നാണ് മൈറ്റോകോൺഡ്രിയ ഉണ്ടായിരുന്നത് എന്നൊക്കെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഓക്കെ, മൈറ്റോകോൺഡ്രിയക്ക് ഒരുപാട് മറ്റ് ഫങ്ഷൻസും ഉണ്ട്. അവരെ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ATPയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു സെൽ ഓർഗനലിലാണ്. പിന്നെ അത് മാത്രമല്ല, അത് മെയിൻ ഫങ്ഷൻ, അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വരുന്ന വേറെ ചില ഫങ്ഷൻസ് ഉണ്ട്. അതാണ് ഇത് കാൽഷ്യം സ്റ്റോർ ചെയ്യും. കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലിലൊക്കെ ഉണ്ടാകുന്നതാണ് കാൽഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാൽഷ്യം നമ്മുടെ കാൽഷ്യത്തെ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലെ കാൽഷ്യം ലെവലിന് എന്താ പറയുക, ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യും. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസിൽ കൊണ്ടുവരും. ഓക്കെ, അത് മാത്രമല്ല അടുത്ത ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിൻ്റെ മെറ്റബോളിസത്തെ ഇത് റെഗുലേറ്റ് ചെയ്യും. അതേപോലെ അപ്പോപ്റ്റോസിസിൽ ഒരു റോളുമുണ്ട്. എന്തിന്? സെല്ലിൻ്റെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസാണ്, അതിനെ റെഗുലേറ്റ് ചെയ്യും. അതുമാത്രമല്ല അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾഡ് സെൽ ഡെത്താണ്. അതായത് സെല്ലിൻ്റെ ഇത് കഴിഞ്ഞത് ചാവുക എന്ന് പറയും, അതായത് ലൈഫ് കഴിയുന്നതാണ് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത്. അതൊരു കൺട്രോൾഡ് സെൽ ഡെത്താണ്. അതേപോലെ സെല്ലിൻ്റെ സിഗ്നലിങ്, അതേപോലെ തെർമോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് തെർമോജെനിസിസ്, ചൂട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കണം. നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് എന്നാണ് വന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളും, പിന്നെ എന്തുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയ പവർ ഹൗസ് എന്ന് പറയുന്നതെന്നും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ.